രണ്ട് സന്തോഷത്തിന്റെ നിറവിലാണ് ഈ സദസ്സിന് മുമ്പാകെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ഒന്ന്, കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നതിനേക്കാളുപരി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനും കൂടിയായിരുന്ന തോമസ് ഐസക് സാറിനെ നേർക്കുനേരെ കാണാനായത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. അതേപോലെ തന്നെ ചരിത്ര പണ്ഡിതനായ KN പണിക്കർ സാറിനെയും. ഈ രണ്ട് സന്തോഷങ്ങളുടെ നിറവിൽ ഈ പുരസ്കാരം സഹോദരന് വേണ്ടിയാണെങ്കിലും ഏറ്റെടുക്കാൻ ഞാനിവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് മനസ്സിലാക്കുകയാണ്. നമ്മളിവിടെ ധാരാളമായി കേട്ടുകഴിഞ്ഞു വക്ക മൗലവി സാഹിബ് ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതൊക്കെ. അതിനെ ഒരിക്കലും പരത്തി വായിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, അക്ഷര വെളിച്ചം എവിടെ അണയുന്നുവോ അവിടെ ഇരുട്ടുണ്ടാകും. ഇരുട്ടിന്റെ മറവിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകും, അനാചാരങ്ങൾ ഉണ്ടാകും, അടിച്ചമർത്തലുകൾ ഉണ്ടാകും, അസമത്വങ്ങൾ ഉണ്ടാകും. ഈ അടിച്ചമർത്തലിൽ ഏറ്റവും അധികം താഴെ തട്ടിലേക്ക് അടിച്ചമർത്തപ്പെടുന്നത് ദുർബല വിഭാഗമായ സ്ത്രീകളും കുട്ടികളും തന്നെയായിരിക്കും. എക്കാലത്തും സമൂഹത്തിന് ഇഷ്ടമുള്ള ഒരു വിനോദമാണത്. സ്ത്രീയെ മുഖമറയ്ക്ക് പിന്നിലുള്ള റാണിയായി കാണുക, അതേപോലെ പൂത്താലം വേണ്ടുന്ന സുന്ദരി മാത്രമായിട്ട് കാണുക, അതോടൊപ്പം അവളെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് മാത്രം ചിത്രീകരിക്കുക, അവളെ പഞ്ചമം പാടുന്ന പൈങ്കിളിയായി മാത്രം കാണുക, നാണം കുണിയായ ഒരു പച്ചപ്പനന്തത്തെയായിട്ട് കാണുക. ഇതിലപ്പുറം ഒരു സ്ത്രീയെ ശൗര്യവും ധൈര്യവുമുള്ളവളായിട്ട് കാണാൻ സമൂഹം ഒരു കാലഘട്ടത്തിലും ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ എക്കാലത്തും അടിച്ചമർത്ത വിഭാഗത്തിലാണ് സ്ത്രീ ഉള്ളത്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും കുറ്റിയിൽ തളച്ചിടപ്പെട്ടവളാണ് സ്ത്രീ. നമ്മളോട് കേട്ടുകഴിഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് വക്ക മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ ചിന്തകളുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത്. വെറും ഇസ്ലാം മതത്തിലേക്ക് മാത്രമായിരുന്നില്ല, മുസ്ലിം സമൂഹത്തിലേക്ക് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിയോഗം. അദ്ദേഹം ഒരു സാമൂഹിക രാഷ്ട്രീയ രംഗത്തിലെ ഒരു അധികായകനായിരുന്നു, ഒരു പരിഷ്കർത്താവായിരുന്നു, ഒരു നവോത്ഥാന നായകനായിരുന്നു. ആ നവോത്ഥാന നായകൻ കൊളുത്തിവെച്ച കൈത്തിരിയുടെ പിന്തുടർച്ച തന്നെയാണ് രണ്ടാമതായിട്ട് ഇവിടെ പുരസ്കാരം നിങ്ങൾ നൽകിയിരിക്കുന്ന ബഹുമാനപ്പെട്ട എന്റെ സഹോദരൻ അബ്ദുസ്സലാം സുല്ലമി. അതെ, അദ്ദേഹത്തിന്റെ ചിന്തകളുമെല്ലാം ശരിക്കും അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീപക്ഷ വായനയാണുള്ളത്. അടിച്ചമർത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അബ്ദുസ്സലാം സുല്ലമി മിക്കവാറും ശബ്ദിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ അക്ഷരത്തിന്റെ അഭാവത്തോൾ മാത്രമല്ല ഇരുട്ട് സമൂഹത്തിൽ കയറി വരിക. അക്ഷരത്തെ തെറ്റായി വായിക്കുമ്പോഴും പലപ്പോഴും ഇരുട്ട് സമൂഹത്തിലേക്ക് കടന്നു വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു തെറ്റായ വായന എക്കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രമാണങ്ങളെ അവസരത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് വെറും അക്ഷരങ്ങളിൽ ഒതുക്കി വായിക്കുന്നത് കൊണ്ടാണ് സ്ത്രീയും അതേപോലെ തന്നെ മറ്റു സമൂഹങ്ങളും അടിച്ചമർത്തപ്പെടാറുള്ളത്. ഇതിനെതിരിലാണ് അബ്ദുസ്സലാം സുല്ലമി വളരെയേറെ സംസാരിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ കുട്ടിക്കാലഘട്ടത്തിൽ ഞങ്ങളെ വീടിന്റെ പരിസരത്തിൽ നിന്നും വൈകുന്നേരമായാൽ കേൾക്കാറുണ്ടായിരുന്ന ശബ്ദം സ്ത്രീകളുടെ തേങ്ങലുകളായിരുന്നു. അതിനൊരു പേര് വിളിക്കപ്പെടാറുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഷെയ്ത്താൻ കൂക്ക് എന്നുള്ളത്. അടിച്ചമർത്തപ്പെട്ട സ്ത്രീയുടെ വികാരങ്ങൾ ഒതുങ്ങായിരുന്നു ആ തേങ്ങലായി മാറിയിരുന്നതും. അവൾക്കന്ന് കുടുംബത്തിൽ ഒന്നും പറയാൻ അവകാശമില്ലായിരുന്നു. സമൂഹത്തിലേക്ക് വായു തുറക്കാൻ അവൾക്ക് അവകാശമില്ലായിരുന്നു. മിണ്ടാനും പറയാനും അവൾക്ക് പാടില്ലായിരുന്നു. അത്തരമൊരു കാരണം കൊണ്ട് തന്നെ സ്ത്രീയുടെ മനസ്സിലുള്ള വികാരങ്ങൾ തേങ്ങലായി മാറുമ്പോൾ അതിനെ പൈശാചിക ബാധയായി മനസ്സിലാക്കുകയും അവളെ കൊണ്ടുപോയിട്ട് അതിക്രൂരമായ രൂപത്തിൽ അടിചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്യാറുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അബ്ദുസ്സലാം സുല്ലമിയുടെയും എന്റെയും ഒക്കെ ജനനങ്ങളും വളർച്ചയും ഒക്കെ. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശബ്ദിച്ചേ മതിയാവെന്ന് തീരുമാനിച്ച അബ്ദുസ്സലാം സുല്ലമി വളരെ കണിശമായിക്കൊണ്ട് തന്നെ അന്ധവിശ്വാസത്തെ എതിർത്തു വന്നിട്ടുണ്ട്, ശക്തമായ ഭാഷയിൽ. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും പലർക്കും ഇന്ന് അപ്രിയ സത്യങ്ങളാണ്, ഉൾക്കൊള്ളാൻ വിഷമമാണ്. അതിനാൽ ഒരു മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളെ ശേഖരിച്ചു വെച്ചവനായ ഒരു നിർഭാഗ്യവാനാണ് അബ്ദുസ്സലാം സുല്ലമി. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകാനുള്ള ഒരു സന്മനസ് കാണിച്ച ഈ ഒരു സംഘടനയുടെ ഭാരവാഹികളോടും പറഞ്ഞാൽ ഈ വക്ക മൗലവി ഫൗണ്ടേഷന്റെ ആളുകളോട് ഏറെയേറെ കൃതജ്ഞയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അർപ്പിക്കാനുള്ളത്. ഇന്നും സമൂഹത്തിൽ
സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളർന്നുകൊണ്ടേയിരിക്കുന്നു. നാനാഭാഗത്തു നിന്നും ജിന്നി അടിച്ചിറക്കൽ ചികിത്സയുടെയും അന്ധവിശ്വാസങ്ങളുടെ പരിണിത ഫലങ്ങളുടെയും മറ്റും ഇരകളായിക്കൊണ്ട് സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുന്നത്, പിടഞ്ഞു വീണും മരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വെറും സ്ത്രീ പീഡനങ്ങൾ മാത്രം, ലൈംഗിക പീഡനം മാത്രമല്ല സ്ത്രീ ഇന്ന് അനുഭവിച്ചു വരുന്ന ദുരനുഭവങ്ങൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ തന്നെയാണ്. ആ പീഡനങ്ങൾക്കെതിരിൽ വളരെ ശക്തമായി നിലകൊള്ളേണ്ടത് നിയമങ്ങളാണ്. നിയമം മൂലം വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ സാധിച്ചേക്കും. അതിന് പരിശ്രമിക്കേണ്ടത് ഇവിടെയുള്ള ഭരണകർത്താക്കളുടെ കടമയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഒരു അപേക്ഷിക്കുകയെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു ഈ സംഘടന എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ സംസാരിച്ചു വരികയാണ്. സ്ത്രീക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കണം. നമുക്കറിയാം, ഇസ്ലാം മതത്തിൽ സ്ത്രീ ഒരിക്കലും അടിച്ചമർത്തപ്പെട്ടവളല്ല. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദും യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അതാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ പരസ്പരം സഹായികൾ, മിത്രങ്ങളാണ്. ശത്രുക്കൾ എന്നല്ല വിശേഷിപ്പിച്ചിട്ട് മിത്രങ്ങളാണ് എന്നുള്ളതാണ്. അവർ അകത്ത് കഴിയേണ്ടവരല്ല, അടുപ്പത്തിൽ കഴിയേണ്ടവരാണ്. ആ അടുപ്പത്തിൽ കഴിയേണ്ടവർ പരസ്പരം സദാചാര മൂല്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കേണ്ടവരും നിർദ്ദേശിക്കേണ്ടവരുമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുമ്പോൾ ആ മതത്തിലുള്ള സ്ത്രീ വിഭാഗത്തെ എങ്ങനെ ഇത്തരം കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്താനാവും സമൂഹത്തിന്? അതാണ് നമ്മുടെ സമൂഹത്തിന് എക്കാലത്തും ബാധിച്ചിരിക്കുന്ന അധപതനം. അതിനുവേണ്ടി ശബ്ദിക്കണം. നമ്മൾ കേട്ടുകഴിഞ്ഞല്ലോ മുമ്പ് ബഹുമാനപ്പെട്ട മുൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി എഴുതി വച്ചിരുന്ന 2 വാക്കുകൾ വായിച്ചതോർക്കുകയാണ്. സ്ത്രീക്ക് സ്വാതന്ത്ര്യ ബോധം വേണം. പക്ഷെ അവൾ ആ സ്വാതന്ത്ര്യം നേടേണ്ടത് പുരുഷനിൽ നിന്നല്ല. പുരുഷനെ ശത്രുവായിട്ട് കാണാനും പാടില്ല. അവരുടെ സത്വവും അവരുടെ ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൂടെയാണ് സ്ത്രീ സ്വാതന്ത്ര്യയാകേണ്ടത്. അത് തന്നെയാണ് ഇസ്ലാം എന്നെന്നും ലോകത്തിനോട് വിളംബരം ചെയ്തിരിക്കുന്നത്. സ്ത്രീക്ക് ശക്തിയുണ്ട്, കഴിവുണ്ട്, അവളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവസരം അവൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സ്ത്രീയെ കൂടി മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സമൂഹത്തിന് യഥാർത്ഥമായ പുരോഗതി ഉണ്ടായിത്തീരുകയുള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ നമ്മളൊക്കെ വായിച്ചു, ഗുഹാവത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി, അവിടെ ഒരു മുസ്ലിം കുട്ടിയായിപ്പോയി എന്നുള്ള കാരണത്താൽ മാത്രം അവൾക്ക് ദൈവം കരിഞ്ഞരികിൽ നൽകിയിരിക്കുന്ന പാടാനുള്ള കഴിവ്, അല്ലാഹു ഓരോരുത്തർക്ക് നൽകുന്ന കഴിവിൽപ്പെട്ടതാണ് പാടാനുള്ള കഴിവ് എന്നുള്ളത്. പാടാനുള്ള കഴിവ് അവൾ റിയാലിറ്റി ഷോയിൽ അവൾ പ്രദർശിപ്പിച്ചു. ഉന്നതങ്ങളിലേക്ക് അവൾ ഇങ്ങനെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് പെട്ടെന്ന് പൗരോഹിത്യത്തിൻ്റെതായ ഒരു പ്രമേയം അവൾക്കെതിരെ പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീ ശബ്ദിക്കുന്നതും അവൾ പാട്ടുപാടുന്നതും പ്രത്യേകിച്ച് സംഗീതം എന്നുള്ളതും ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യമാണ്, ഹറാമാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പള്ളിയുടെയും മദ്രസയുടെയും തൊട്ടടുത്ത് വെച്ച് സംഗീതം അവതരിപ്പിച്ചാൽ ദൈവത്തിന്റെ കോപത്തിനിടയാകുമെന്നുള്ള വലിയൊരു കണ്ടുപിടുത്തം എവിടെ നിന്നെന്നുള്ള അറിയുകയില്ല. പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടും അനവസരത്തിൽ നിന്ന് വെട്ടിമാറ്റി എടുത്തുകൊണ്ടും ഒരക്ഷര വായന നടത്തിക്കൊണ്ടും ഉണ്ടാക്കിയൊരു പ്രമേയം നമ്മളൊക്കെ കേട്ടു. അതൊരു വലിയ ഒച്ചപ്പാടായി മാറിയിരിക്കുകയാണ്. ഇസ്ലാമിനെ തന്നെ കരിവാരി തേക്കാൻ അതൊരു കാരണവുമാകുന്നുണ്ട്.